ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാമേശ്വരത്ത് പോയിരുന്നു മധുരയ്ക്ക് ശേഷം. അപ്പോൾ അവിടെ നമുക്ക് അമ്പലത്തിൽ പോകുന്നത് അല്ലാതെ എന്ത് ആക്ടിവിറ്റിയാണ് രാമേശ്വരത്ത് ചെയ്യാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ടർ സ്പോർട്സ് ഒരുപാട് നടക്കുന്ന ഒരു ഏരിയ ആണ് രാമേശ്വരം. അപ്പോൾ നമുക്ക് അവിടെ ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസ് കിട്ടും. അതിൽ അഫോർഡബിൾ റേറ്റിൽ എല്ലാവർക്കും ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് ബോട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്ലാസ് ബോട്ട് അവൈലബിൾ ആണ്. അതല്ലാതെ നമുക്ക് സാധാരണ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ബോട്ട് അവൈലബിൾ ആണ്. നമ്മുടെ എറണാകുളത്തൊക്കെ കാണുന്ന പോലെ സാധാരണ ബോട്ടില്ലേ, അപ്പോൾ അങ്ങനത്തെ ബോട്ടും അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ബോട്ട് യാത്രയ്ക്ക് പോയ കഥയാണ് നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അഫോർഡബിൾ ആണെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് 100 രൂപയാണ്. അത് അഡൽറ്റിനും കുട്ടികൾക്കും അത്രയും തന്നെയാണ് അവർ ചാർജ് ചെയ്യുന്നത്. സീറ്റിന് 100 റുപ്പീസ്. അപ്പോൾ ബോട്ട് നിറഞ്ഞാൽ മാത്രമേ അവർ ബോട്ട് എടുക്കുകയുള്ളൂ. അത് മാത്രമാണ് ഒരു പ്രശ്നം. അപ്പോൾ നമ്മൾ കുറച്ച് വെയിറ്റിംഗ് ടൈമും കൂടി ഇട്ടിട്ട് വേണം അവിടെ പോകാനായിട്ട്. ഈ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു 1.5 മണിക്കൂറെങ്കിലും മാറ്റി വെക്കാൻ ടൈം ഉണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. ഈ ബോട്ടിങ്ങിന് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സൈറ്റ് എന്ന് പറയുന്നത്, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഫിഷിനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റും. ഡോൾഫിൻ സ്പോട്ടിംഗ് ഒക്കെ അവർ പറയുന്നുണ്ട്. അതല്ലാതെ നമുക്ക് രാമേശ്വരം അമ്പലമുണ്ടല്ലോ, ഈ അമ്പലത്തിൻ്റെ 4 ഗോപുരങ്ങളും നമുക്ക് ഒരുമിച്ച്, അതായത് ഒരൊറ്റ ഫ്രെയിമിൽ നമുക്ക് ഈ 4 ഗോപുരങ്ങളും കാണാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ നല്ലൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം രാവിലെ കുറച്ച് വെയിൽ താന്നിട്ടാണെങ്കിൽ രാവിലെ, അല്ലെങ്കിൽ നമ്മുടെ വൈകിട്ട് സൺസെറ്റിന് മുമ്പായിട്ട് തന്നെ പോകണം. കാരണം ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, 9 to 6 ആണ് ഈ ഒരു ബോട്ടിങ് അവർ ചെയ്യിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈം നോക്കിയിട്ട് നമ്മൾ പോകണം. അപ്പോൾ അത് 1.5 മണിക്കൂർ നമുക്ക് അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ നമ്മളിത് പോയിട്ട് കാര്യമുള്ളൂ. ധൃതി പിടിച്ചിട്ട് കാര്യമില്ല. ബോട്ട് ഫില്ലായില്ലെങ്കിൽ അവർ സ്റ്റാർട്ട് ചെയ്യില്ല. ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഈ ആക്ടിവിറ്റി വർത്താണെന്ന് ചോദിച്ചാൽ 100% വർത്താണ്. ധൈര്യമായിട്ട് പോയിക്കോളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു. ബൈ.